നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലാ ലീഡ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന ചർച്ച് പാരിഷ് ഹാളിൽ ജൂലൈ 25 രാവിലെ 11:30 വായ്പാ സംബന്ധമായ ജനസമ്പർക്ക പരിപാടി നടക്കും. അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് ഇടുക്കി ജില്ലയും ന്യൂമാൻ കോളേജ് 18 കേരള ബറ്റാലിയൻ NCCയും ചേർന്ന് ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ് രജത ജൂബിലി ആഘോഷവും വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ചെയർമാനും മുൻ പ്രസിഡന്റുമായ ഡോക്ടർ പാട്ടി ഹിൽ കോതമംഗലം ലയൺസ് ഗ്രാമം വ്യാഴാഴ്ച സന്ദർശിക്കുമെന്ന് കോതമംഗലം ലയൺസ് ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കട്ടപ്പന കല്യാണത്തണ്ട് മലനിരകളിൽ നീലവസന്തം. നീലക്കുറിഞ്ഞിയുടെ കാഴ്ചകൾ പോലെ തന്നെ അതിമനോഹരമാണ് കല്യാണത്തണ്ടിലെ കുറിഞ്ഞിപ്പൂക്കളും. തൊടുപുഴ അൽ-അസർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രവേശനോത്സവം നടത്തി. പുതിയ അധ്യയന വർഷത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ഡോക്ടർ ജിതേഷ് ജി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലാ ലീഡ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന ചർച്ച് പാരിഷ് ഹാളിൽ ജൂലൈ 25 രാവിലെ 11:30 വായ്പാ സംബന്ധമായ ജനസമ്പർക്ക പരിപാടി നടക്കും. ഇടുക്കി ജില്ലയുടെ ലീഡ് ബാങ്കായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചുമതലയേറ്റതിനു ശേഷമുള്ള ഈ വായ്പാ വിതരണ മേള SBI കേരള സർക്കിൾ മേധാവിയും ചീഫ് ജനറൽ മാനേജറുമായ A. ഭുവനേശ്വരി ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മേളയിൽ ഇടുക്കി ജില്ലയിലെ വിവിധ ബാങ്കുകളുടെയും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഉണ്ടാവും. അതോടൊപ്പം പുതിയ വായ്പകളെക്കുറിച്ചും വിവരണവും വായ്പാ സംബന്ധമായ സംശയങ്ങൾക്കുള്ള മറുപടിയും മേളയുടെ ഭാഗമായി നടക്കും. ഇടുക്കി ജില്ലാ ലീഡ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന ചർച്ച് പാരിഷ് ഹാളിൽ വെച്ച് 25 രാവിലെ 11:30 വായ്പാ സംബന്ധമായ ജനസമ്പർക്ക പരിപാടി നടത്തും. ഇടുക്കി ജില്ലയുടെ ലീഡ് ബാങ്കായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചുമതലയേറ്റെടുത്തതിനു ശേഷമുള്ള ഈ വായ്പാ വിതരണ മേളയുടെ ഉദ്ഘാടനം SBI കേരള സർക്കിൾ മേധാവി ചീഫ് ജനറൽ മാനേജർ ഭുവനേശ്വരി A. നിർവഹിക്കും. മേളയിൽ ഇടുക്കി ജില്ലയിലെ വിവിധ ബാങ്കുകളുടെയും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഉണ്ടായിരിക്കും. ഇടുക്കി ജില്ലയുടെ ലീഡ് ബാങ്കായിട്ട് ഈ വർഷം മുതൽ, ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്രെഡിറ്റ് ഔട്ട്റീച്ച് പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. നാളെ 25 സെന്റ് ജോർജ് ഫൊറോന ചർച്ച് മുതലക്കോടത്തിൻ്റെ പാരിഷ് ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ബാങ്കിൻ്റെ വകുപ്പ് മേധാവികളും വിവിധ ഗവൺമെൻറ് ഏജൻസികളുടെ മേധാവികളും കർഷക സംഘടനകളും SHGകളും ഫാർമ പ്രൊഡ്യൂസർ കമ്പനികളും എല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവരുടെ 10 സ്റ്റാളുകളുമുണ്ട്. വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും അത് ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരള സർക്കിൾ ചീഫ് ജനറൽ മാനേജർ ഭുവനേശ്വരി മാഡമാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് വായ്പാ വിതരണ മേള ഉണ്ടായിരിക്കുന്നതായി SBIയുടെ മാത്രമല്ല മറ്റു ബാങ്കുകളുടെയും വായ്പകൾ വിതരണം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഈ സംരംഭകർക്കും കർഷകർക്കും വായ്പാ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വേദിയിൽ ഉന്നയിക്കാവുന്നതാണ്. അതെല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെടും. തുടർന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമ്മളൊരു സന്ധ്യാശിവർ എന്ന് പറയുന്ന ഒരു സമ്പർക്ക പരിപാടി നടത്തുന്നുണ്ട്. അത് മെയിനായിട്ട് നമ്മുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ വന്നിട്ട് ഞങ്ങളുടെ അത് SBI എക്സ്ക്ലൂസീവായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അവർ വന്ന് നമ്മുടെ ചീഫ് ജനറൽ മാനേജറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും അവർക്കുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അത് ചർച്ച ചെയ്യും. പിന്നെ ഒരു ചെറിയൊരു കൾച്ചറൽ ഈവനിങ് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ പുതിയ വായ്പകളെ കുറിച്ച് വിശദീകരിക്കുകയും വായ്പ സംബന്ധമായ സംശയങ്ങൾക്കുള്ള മറുപടി നൽകുകയും ചെയ്യും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ SBI തൊടുപുഴ റീജിയണൽ മാനേജർ നെഫിൻ ക്രിസ്റ്റഫർ, ഇടുക്കി ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ റെജി രാജ്, SBI തൊടുപുഴ HR മാനേജർ അഖിൽ K എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പരിക്കേറ്റ അബോധാവസ്ഥയിൽ കിടന്ന യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ സന്നദ്ധത കാണിച്ച വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു. ആദരിക്കൽ ചടങ്ങിന് സബ് കളക്ടർ ഡോക്ടർ അരുൺ S. നായർ മുഖ്യാതിഥിയായിരുന്നു.
കഴിഞ്ഞ ദിവസം ചേലച്ചൂട് ബസ് സ്റ്റാൻഡിൽ വീണ് പരിക്കേറ്റ് അബോധാവസ്ഥയിൽ കിടന്ന യുവാവിന്റെ രക്ഷകരായ വിദ്യാർത്ഥികളുടെ ആദരിക്കൽ ചടങ്ങാണ് വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. വാഴത്തോപ്പ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളായ അഡോൺ സന്തോഷ്, ജിൻസ് സജി, ആകാശ് ബിനോജ്, അദ്വൈത് ലിബു എന്നീ വിദ്യാർത്ഥികളെയാണ് സബ് കളക്ടർ അരുൺ എസ് നായർ ആദരിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ PTA പ്രസിഡന്റ് ജോജി ജോൺ അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ ജിജോ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ തോമസ് മടിക്കാങ്കൽ, അർച്ചന തോമസ്, ഫാദർ തോമസ് കുളമാക്കൽ, സിജോ ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് ഇടുക്കി ജില്ലയും ന്യൂമാൻ കോളേജ് 18 കേരള ബറ്റാലിയൻ NCCയും ചേർന്ന് ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ് രജത ജൂബിലി ആഘോഷവും വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ലാൻസ് നായിക് സന്തോഷ് കുമാർ പാർക്കിന് മുൻപിലുള്ള യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പിച്ച് രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ധീര ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കും. തുടർന്ന് ന്യൂമാൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥി സംഗമം നടക്കും. കോളേജിൽ പ്രത്യേകം തയ്യാറാക്കിയ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം വിദ്യാർത്ഥി സംഗമം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന യുദ്ധഭടന്മാരെയും വീരനാരികളെയും സദസ്സിൽ ആദരിക്കും. അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് ഇടുക്കി ജില്ലയും ന്യൂമാൻ കോളേജ് 18 കേരള ബറ്റാലിയൻ NCCയും ചേർന്ന് ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ് രജത ജൂബിലി ആഘോഷവും വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിക്കുന്നു. 1999 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധവിജയത്തിന്റെ ആഘോഷമായാണ് ഇന്ത്യ ജൂലൈ 26 വിജയ് ദിവസായി ആഘോഷിക്കുന്നത്. ഈ യുദ്ധവിജയത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഈ വർഷം അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് ഇടുക്കി ജില്ലയും ന്യൂമാൻ കോളേജിലെ 18 കേരള ബറ്റാലിയൻ NCCയും ചേർന്ന് കാർഗിൽ വിജയ് ദിവസവും അതോടൊപ്പം തന്നെ ഒരു വിദ്യാർത്ഥി സംഗമവുമാണ് സംഘടിപ്പിക്കുന്നത്. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വെള്ളിയാഴ്ച രാവിലെ 8:30 ലാൻസ് നായിക് സന്തോഷ് കുമാർ പാർക്കിന് മുമ്പിലുള്ള യുദ്ധ സ്മാരകത്തിൽ എയർ വൈസ് മാർഷൽ PK ശ്രീകുമാർ, കേണൽ പ്രശാന്ത് നായർ, കമാൻഡിംഗ് ഓഫീസർ ഓഫ് 18 കേരള ബറ്റാലിയൻ NCC, മറ്റ് വിശിഷ്ടാതിഥികൾ, പൂർവ്വ സൈനികർ, സാമൂഹ്യ സാംസ്കാരിക സംഘടനാ നേതാക്കൾ എല്ലാവരും പുഷ്പചക്രം സമർപ്പിച്ച് രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ധീര ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതാണ്. അന്നുണ്ടായ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യയുടെ 527 ധീര ജവാന്മാരിൽ ഒരാളാണ് തൊടുപുഴ വെട്ടിമറ്റം സ്വദേശി ലാൻസ് നായിക് PK സന്തോഷ് കുമാർ. സേനയിൽ നിന്നും റിട്ടയർ ചെയ്യാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ബറ്റാലിക് സെക്ടറിലുണ്ടായ ആക്രമണത്തിൽ അദ്ദേഹം രാജ്യത്തിനു വേണ്ടി വീരചരമം പ്രാപിച്ചത്. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 26 രാവിലെ 8:30 തൊടുപുഴ ലാൻസ് നായിക് സന്തോഷ് കുമാർ പാർക്കിന് മുൻപിലുള്ള യുദ്ധസ്മാരകത്തിൽ റിട്ടയർഡ് എയർ വൈസ് മാർഷൽ PK ശ്രീകുമാർ, കേണൽ പ്രശാന്ത് നായർ, കമാൻഡിംഗ് ഓഫീസർ 18 കേരള ബറ്റാലിയൻ NCC, മറ്റ് വിശിഷ്ടാതിഥികൾ, പൂർവ്വ സൈനികർ, വിവിധ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ സംഘടനാ അംഗങ്ങൾ തുടങ്ങിയവർ പുഷ്പചക്രം അർപ്പിച്ച് രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ധീര ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കും. ജില്ലയിലെ വിവിധ കോളേജ് സ്കൂളുകളിലെ NCC സ്കൗട്ട് വിഭാഗങ്ങളും ബാൻഡും പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് 9:30 മുതൽ ന്യൂമാൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥി സംഗമം നടക്കും. കോളേജിൽ പ്രത്യേകം തയ്യാറാക്കിയ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം വിദ്യാർത്ഥി സംഗമം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന യുദ്ധഭടന്മാരെയും വീരനാരികളെയും സദസ്സിൽ വെച്ച് ആദരിക്കും. ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ്, കോളേജ് മാനേജർ റവറൻ ഡോക്ടർ മോൺസിഞ്ഞോർ പയസ് മലക്കണ്ടത്തിൽ, NCC ഓഫീസർ ലഫ്റ്റനന്റ് പ്രജീഷ് C. മാത്യു, പൂർവ്വ സൈനിക് പരിഷത്ത് പ്രസിഡന്റ് CG സോമശേഖരൻ, തൊടുപുഴ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി തുടങ്ങിയവർ പ്രസംഗിക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പൂർവ്വ സൈനിക് പരിഷത്ത് പ്രസിഡന്റ് CG സോമശേഖരൻ, റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ സോദരി CK, സെക്രട്ടറി TP ചന്ദ്രശേഖരപിള്ള, ഖജാൻജി AR പത്മകുമാർ, S. ബാബുരാജ് പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള സാഹിത്യ സമാജം പ്രമുഖ ഗാന്ധിയനും നിർമ്മല കോളേജ് മലയാള വിഭാഗം മുൻ അധ്യക്ഷനുമായ ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് അധ്യക്ഷത വഹിച്ചു. സമ്മേളനാനന്തരം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു.
തൊടുപുഴ ന്യൂമാൻ കോളേജിൽ മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള സാഹിത്യ സമാജം പ്രമുഖ ഗാന്ധിയനും നിർമ്മല കോളേജ് മലയാള വിഭാഗം മുൻ അധ്യക്ഷനുമായ ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ നിർവഹിച്ചു. അപ്പൊ ഒന്നാമത് പറഞ്ഞ തരത്തിലുള്ള സാമാന്യ അർത്ഥത്തിലുള്ള അനുഭവിച്ചറിയൽ എല്ലാവർക്കുമാണ്. പക്ഷെ രണ്ടാമത് പറഞ്ഞ തരത്തിലുള്ള അനുഭവിച്ചറിയൽ ഇത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഇതിന് കഴിയുള്ളൂ. മാനസികമായിട്ട് അനുഭവിച്ചറിയൽ മറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കലയും സാഹിത്യവും മാനവികതയ്ക്ക് നൽകുന്ന സംഭാവനകളെക്കുറിച്ച് അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിൽ കോളേജ് ബർസാർ ഫാദർ ബെൻസൺ എൻ ആന്റണി, വകുപ്പ് അധ്യക്ഷ ഡോക്ടർ സിസ്റ്റർ ബിൻസി സി ജെ, ഡോക്ടർ സിസ്റ്റർ നോയൽ റോസ്, സാഹിത്യ സമാജം സെക്രട്ടറി ഷെറിൻ ലൂസിയ തങ്കച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ചെയർമാനും മുൻ പ്രസിഡന്റുമായ ഡോക്ടർ പാട്ടി ഹിൽ കോതമംഗലം ലയൺസ് ഗ്രാമം വ്യാഴാഴ്ച സന്ദർശിക്കുമെന്ന് കോതമംഗലം ലയൺസ് ക്ലബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സുവർണ ജൂബിലി വർഷത്തിൽ കോതമംഗലം ലയൺസ് ക്ലബ് ഏറ്റെടുത്ത ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കിയ പ്രധാന പ്രൊജക്ടുകളിൽ ഒന്നായ ലയൺസ് ഗ്രാമമാണ് ഡോക്ടർ പാട്ടി ഹിൽ സന്ദർശിക്കുന്നത്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ചെയർമാനും മുൻ പ്രസിഡന്റുമായ ഡോക്ടർ പാട്ടി ഹിൽ കോതമംഗലം ലയൺസ് ഗ്രാമം വ്യാഴാഴ്ച സന്ദർശിക്കുമെന്ന് കോതമംഗലം ലയൺസ് ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സുവർണ ജൂബിലി വർഷത്തിൽ കോതമംഗലം ലയൺസ് ക്ലബ് ഏറ്റെടുത്ത ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കിയ പ്രധാന പ്രോജക്റ്റുകളിൽ ഒന്നായ ലയൺസ് ഗ്രാമമാണ് ഡോക്ടർ പാട്ടി ഹിൽ സന്ദർശിക്കുന്നത്. നമ്മുടെ കോതമംഗലം ലയൺസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് നാളെ. നമ്മുടെ ഇന്റർനാഷണൽ ലയൺസ് ക്ലബിൻ്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ പാറ്റി ഹിൽ നാളെ 11 മണിക്ക് കോതമംഗലം ക്ലബ്ബ് സന്ദർശിക്കുകയാണ്. ഒരിക്കലും ഒരു ഇന്റർനാഷണൽ പ്രസിഡന്റ് ക്ലബ്ബ് സന്ദർശിക്കാറില്ല. അവർ ഡിസ്ട്രിക്ട് പ്രോഗ്രാംസിന് മാത്രമാണ് വരാറ്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഗോൾഡൻ ജൂബിലി ഇയർ ആയിട്ട് ചെയ്ത ഏകദേശം 1.5 കോടി രൂപയുള്ള പ്രൊജക്ട്സ്, കോതമംഗലം ചുറ്റും ഉള്ള പാവങ്ങൾക്ക് ചെയ്ത പ്രൊജക്ട്സ് ഇന്റർനാഷണൽ തന്നെ ബെസ്റ്റ് വൺ ഓഫ് ദി പ്രൊജക്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടാണ് അവർ നമ്മുടെ കോതമംഗലം ക്ലബ്ബ് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും 18ാം വാർഡിൽ നമ്മൾ ശിവചേട്ടൻ വാർഡ് കൗൺസിലായിട്ടുള്ള 18ാം വാർഡിൽ ലയൺസ് ക്ലബ്ബ് ഇരിക്കുന്ന സെയിം വാർഡിൽ തന്നെ 10ഓളം പാവപ്പെട്ടവർക്ക് വീടും സ്ഥലവും നമ്മൾ കൊടുക്കുകയുണ്ടായി. അത് കാണാനായിട്ട് നാളെ അവരിവിടെ എത്തിച്ചേരുന്നത്. കോതമംഗലം നഗരസഭയിലെ 18ാം വാർഡിലാണ് 10 നിർധന കുടുംബങ്ങൾക്ക് കോതമംഗലം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്ഥലം കണ്ടെത്തി വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 10-നാണ് ഡോക്ടർ പാട്ടി ഹിൽ ലയൺസ് ഗ്രാമം സന്ദർശിക്കുന്നത്. ഇതിനു പുറമെ നിരവധി പ്രവർത്തനങ്ങൾക്കാണ് 2023-24 വർഷത്തിൽ കോതമംഗലം ലയൺസ് ക്ലബ് നേതൃത്വം നൽകിയത്. പിണകൂർക്കുടി, പന്തപ്ര ആദിവാസി കോളനികളിലടക്കം 12 മെഡിക്കൽ ക്യാമ്പുകൾ, കോതമംഗലം താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് പാലിയേറ്റീവ് രോഗികൾക്ക് സൗജന്യ കിറ്റുകൾ, വിവിധ ആശുപത്രികളുമായി സഹകരിച്ച് ഡയാലിസിസ് പ്രോജക്റ്റുകൾ, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നിരവധി പ്രോജക്റ്റുകൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം എന്ന നിലയിൽ എറണാകുളം, ആലപ്പുഴ, ഇടുക്കി ജില്ലകൾ ഉൾപ്പെടുന്ന 318 സി സോണിലെ മികച്ച ക്ലബ്, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ ഉൾപ്പെടെ 46 പുരസ്കാരങ്ങൾക്ക് കോതമംഗലം ലയൺസ് ക്ലബ് അർഹമായി. ഡോക്ടർ പാട്ടി ഹില്ലിന് പുറമെ LCIF നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് അമർനാഥ്, ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി, മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ, ഡിസ്ട്രിക്ട് LCIF കോർഡിനേറ്റർ TO ജോൺസൺ തുടങ്ങിയ ലയൺസ് സാരഥികൾ ഡോക്ടർ പാട്ടി ഹില്ലിനെ അനുഗമിക്കും. വാർത്താ സമ്മേളനത്തിൽ കോതമംഗലം ലയൺസ് ക്ലബ് പ്രസിഡന്റ് ബിനോജ് ജോർജ്, മുൻ പ്രസിഡന്റ് സോണി എബ്രഹാം, സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റെബി പി എൽദോ, മുൻ സെക്രട്ടറി TK സോണി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കട്ടപ്പന കല്യാണത്തണ്ട് മലനിരകളിൽ നീലവസന്തം. നീലക്കുറിഞ്ഞിയുടെ കാഴ്ചകൾ പോലെ തന്നെ അതിമനോഹരമാണ് കല്യാണത്തണ്ടിലെ കുറിഞ്ഞിപ്പൂക്കളും. ഇടുക്കി ജലാശയത്തിന്റെ പശ്ചാത്തലത്തിൽ പൂവിട്ട് നിൽക്കുന്ന നീലവസന്തം ആരെയും ആകർഷിക്കും.
മൂന്നാറിന്റെ സ്വന്തം നീലക്കുറിഞ്ഞി ലോകത്തിന് തന്നെ അത്ഭുത കാഴ്ചയാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന കുറിഞ്ഞിപ്പൂക്കൾ കാണാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ മൂന്നാറിലെത്താറുണ്ട്. മൂന്നാർ രാജമലയിലെ നീലക്കുറിഞ്ഞിക്ക് സമാനമാണ് കട്ടപ്പന കല്യാണത്തണ്ട് മലനിരകളിൽ പൂവിട്ട കുറിഞ്ഞികളും. ഇടുക്കി ജലാശയത്തിന്റെ പശ്ചാത്തലത്തിൽ പൂവിട്ട് നിൽക്കുന്ന നീലവസന്തം ആരെയും ആകർഷിക്കും. വീശിയടിക്കുന്ന കാറ്റിൽ തലയാട്ടി നിൽക്കുന്ന നീലപ്പൂക്കൾ മഞ്ഞ് പെയ്യുന്ന കല്യാണത്തണ്ട് മലനിരകളെ കൂടുതൽ മനോഹരിയാക്കുകയാണ്. ഏകദേശം 450ഓളം ഇനം നീലക്കുറിഞ്ഞികളുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ ഏതാണ്ട് 40% നമ്മുടെ ഇന്ത്യയിലാണ്. അതിലേറിയ പങ്കും നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിലാവട്ടെ നമ്മളുടെ പശ്ചിമഘട്ട മലനിരകളിൽ ഹൈ റേഞ്ചും അല്ലെങ്കിൽ നമ്മളുടെ ഊട്ടിയുമൊക്കെ അടങ്ങുന്ന ഈ പശ്ചിമഘട്ട മലനിരകളിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മളുടെ കട്ടപ്പനയ്ക്ക് അടുത്തുള്ള മുളകരമേട് മലനിരകളിലാണ്. ഇവിടുത്തെ ഇപ്പുറത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നീലക്കുറിഞ്ഞിയുടെ ഇനത്തിൽപ്പെട്ട ഒരു സസ്യം, നീലക്കുറിഞ്ഞി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലൊരു സസ്യം പൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ മലയിൽ മുഴുവൻ ഇത്തരത്തിലുള്ള സസ്യങ്ങൾ പതിയെ പതിയെ പൂത്തു തുടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് ഓണത്തോടു കൂടി ഇതിവിടെ സജീവമാകും. മനോഹരമായൊരു കാഴ്ചയാണ് വാസ്തവത്തിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. ഒരു മാസം കൂടി കഴിഞ്ഞാൽ മലനിരകൾക്ക് മുഴുവൻ നീല നിറമാകും. ഓണക്കാലത്ത് വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് കല്യാണത്തണ്ടും നീലവസന്തവും. അഖിൽ ഫിലിപ്പ്, ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. തൊടുപുഴ അൽ-അസർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രവേശനോത്സവം നടത്തി. പുതിയ അധ്യയന വർഷത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ഡോക്ടർ ജിതേഷ് ജി നിർവഹിച്ചു. അൽ-അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ KM മൂസയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് മിജാസ് KM മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ അൽ-അസർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രവേശനോത്സവം ആഗസ്റ്റ് 2024 വർണ്ണാഭമായ ചടങ്ങുകളോടെ നടത്തി. പുതിയ അധ്യയന വർഷത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത അതിവേഗ കാർട്ടൂണിസ്റ്റ് ഡോക്ടർ ജിതേഷ് ജി തന്റെ ചടുലമായ വരകളിലൂടെ നിർവഹിച്ചു. ഈ സ്ഥാപനത്തിന്റെ പ്രകാശം അദ്ദേഹത്തെ ഇവിടെ അറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അൽ-അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ KM മൂസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഞങ്ങളുടെ ഓർമ്മയിൽ 2003 കാലഘട്ടത്തിലാണ് നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൊടുപുഴയിൽ ഒരു വാടക കെട്ടിടത്തിൽ 83 കുട്ടികളുമായി ആരംഭിച്ചത്. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. കാരണം 7500 കുട്ടികൾ ഈ ക്യാമ്പസിൽ, ഏതാണ്ട് 12ഓളം വിദ്യാഭ്യാസ സ്ഥാപനം ഈ ക്യാമ്പസിലും ഈ ക്യാമ്പസിനോട് ചേർന്ന് തന്നെ അൽ-അസർ മെഡിക്കൽ കോളേജും അൽ-അസർ സ്കൂൾ ഓഫ് നഴ്സിംഗും അൽ-അസർ നഴ്സിംഗ് കോളേജും എല്ലാം ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മാറി ഏതാണ്ട് 106 ഏക്കറോളം സ്ഥലത്ത് ഈ 16ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദേശത്തുമായി 1-2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി നമ്മുടെ ജൈത്രയാത്ര തുടങ്ങുമ്പോൾ തീർച്ചയായും ഞങ്ങളുടെ ഒന്നും കഴിവല്ല. വിവിധ ബാച്ചുകളിലേക്കായി 1000-ലധികം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്ത ചടങ്ങിൽ കോളേജ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് മിജാസ് KM മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഫിറോസ് എം ബഷീർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഡ്വക്കേറ്റ് താജുദ്ദീൻ SS, അക്കാദമിക് ഡീൻ അരുൺ ഗോപാൽ എന്നിവർ ആശംസയും വൈസ് പ്രിൻസിപ്പൽ തോമസ് ഫ്രാൻസിസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. തുടർന്ന് സദസ്സിനെ അമ്പരിപ്പിക്കുന്ന ജിതേഷ് ജിയുടെ കാർട്ടൂൺ പെർഫോമൻസ് നടന്നു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങൾ ലഭിക്കുന്ന ഷാജിയുടെ കൊച്ചുകട. മങ്ങാട്ടുകാല വെങ്ങല്ലൂർ 4 വരി പാതയിൽ ഉത്രം ഓഡിറ്റോറിയത്തിനും ടാറ്റ ഷോറൂമിനും ഇടയിൽ ഒമേഗ ഓട് കമ്പനി ഗോഡൌണിന് എതിർവശമാണ് ഷാജിയുടെ കട പ്രവർത്തിക്കുന്നത്. വിവിധ ഇനം ബജികളും ചായയും നൽകിയിരുന്ന ഇവിടെ ഇപ്പോൾ വിവിധ നോൺ വെജ് വിഭവങ്ങൾ നൽകി തുടങ്ങി. വിനു ജോസ് മുട്ടം തയ്യാറാക്കിയ റിപ്പോർട്ട്. തൊടുപുഴയിൽ ബജിക്കടയുമായി ശ്രദ്ധേയനായ പെരുമ്പളിച്ചിറ സ്വദേശി ഷാജി ചേട്ടൻ പുതിയ വിഭവങ്ങൾ ഒരുക്കി ഭക്ഷണപ്രിയർക്ക് വിരുന്നൊരുക്കുന്നു. മങ്ങാട്ടുകവല വെങ്ങല്ലൂർ 4 വരി പാതയിൽ ഉത്തരം ഓഡിറ്റോറിയത്തിനും ടാറ്റ ഷോറൂമിനും ഇടയിൽ ഒമേഗ ഓട് കമ്പനി ഗോഡൌണിന് എതിർവശമാണ് ഷാജിയുടെ കട പ്രവർത്തിക്കുന്നത്. വിവിധയിനം ബജികളും ചായയും നൽകിയിരുന്ന ഇവിടെ ഇപ്പോൾ വിവിധ നോൺ വെജ് വിഭവങ്ങൾ നൽകി തുടങ്ങി. ചിക്കൻ, ബീഫ്, കപ്പ ബിരിയാണി, എല്ലും കപ്പയും തുടങ്ങി നാവിൽ കൊതിയൂർന്ന ഭക്ഷണ സാധനങ്ങളാണ് ഷാജിയുടെ കൈപ്പുണ്യത്തിൽ പാകപ്പെടുന്നത്. ഇതേക്കുറിച്ച് ഷാജിയുടെ വാക്കുകൾ. നമ്മൾ ആദ്യം ബജിക്കടയായിരുന്നു, ഇപ്പോൾ രണ്ടാമത് തട്ടുകടയായിട്ടും കൂടി പുരോഗമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ നമ്മൾ തട്ട് പുനരാരംഭിക്കുകയും ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, പോട്ട് ഫ്രൈ, അപ്പം, എല്ലും കപ്പ, കപ്പ ബിരിയാണി എല്ലാ വിധമായ നിരക്കിൽ ആൾക്കാർക്ക് നമ്മൾ നല്ല രീതിയിൽ നല്ല ഭക്ഷണമായിട്ട് കൊടുക്കുന്നു. അത് സ്ഥിരമായി വരുന്ന കുറേ പിള്ളേരുണ്ട് ഇവിടെ, നാട്ടുകാർ പിള്ളേർ, അവരുമൊക്കെ നന്നായിട്ട് അഭിപ്രായമാണ്, എല്ലാവരുടെയും നല്ല അഭിപ്രായമാണ് പോകാനിരിക്കുന്നത്. പഴംപൊരിയും ബീഫും നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. 3 പഴംപൊരിയും ബീഫ് റോസ്റ്റും കൂടി 110 രൂപയ്ക്ക്, എല്ലായിടത്തും 130 രൂപ 150 രൂപയുള്ളതാണ്, നമ്മൾ 110 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. രാവിലെ മുതൽ രാത്രി വരെയാണ് പ്രവർത്തന സമയം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സ്ഥിരം കസ്റ്റമേഴ്സാണ് കൂടുതലും. പാഴ്സൽ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ബജികൾ രുചികരമാണെന്ന് സമീപവാസിയായ യുവാവ് പറഞ്ഞു. ഞാനിവിടുന്ന് ബജ്ജിയാണ് കഴിക്കാറ്, എനിക്കിഷ്ടപ്പെട്ട ബജ്ജിയാണ്. ഞാനും എൻ്റെ ഫാമിലി വന്ന് കഴിക്കാറുണ്ട്, പിള്ളേർക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട്. ഞാൻ അടുത്താണ് ഇവിടെ ഈ ഏരിയയിൽ വന്നത്, പക്ഷെ ഇവിടെ വന്ന് ഈ റൂട്ടിൽ പോകുമ്പോഴൊക്കെ ഇവിടുന്ന് ബജ്ജി കഴിക്കാറുണ്ട്. വളരെ ടേസ്റ്റിയാണ്, മറ്റുള്ള കടകളെ അപേക്ഷിച്ച് നല്ല ചൂടുള്ള ബജ്ജി ശരിക്കും വളരെ ടേസ്റ്റി ബജ്ജിയാണ്. എങ്ങനെയുണ്ടോ ഫുഡ്? എങ്ങനെയുണ്ടോ? സൂപ്പർ ഫുഡാണ്. ഇവിടെ വരുമോ? ഓരോ ദിവസം ചെല്ലുന്തോറും ഷാജി ചേട്ടന്റെ കൊച്ചുകട ഹിറ്റാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് SDPI മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ റെഡ് അലേർട്ട് ജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. സമരസമിതി കൺവീനർ അലോഷ്യസ് കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ചു. SDPI സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഡാം വിഷയത്തിൽ ഇടത് വലത് രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളെ വഞ്ചിക്കുന്നതായി ഉദ്ഘാടകൻ കൃഷ്ണൻ എരഞ്ഞിക്കൽ പറഞ്ഞു. കോതമംഗലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് SDPI മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ റെഡ് അലർട്ട് ജാഗ്രതാ സമരം സംഘടിപ്പിച്ചു. സമരസമിതി കൺവീനർ അലോഷ്യസ് കൊള്ളന്നൂർ അധ്യക്ഷനായി. SDPI സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഡാം വിഷയത്തിൽ ഇടതു വലത് രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളെ വഞ്ചിക്കുന്നതായി ഉദ്ഘാടകൻ കൃഷ്ണൻ എരഞ്ഞിക്കൽ പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങളെ ഒരുപാട് ദുരന്തങ്ങളുണ്ട്. ചില ദുരന്തങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇനി അത്തരത്തിലൊരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാൻ നമുക്ക് കഴിയും, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാൻ, പരിതപിക്കാൻ നമുക്ക് കഴിയും. എന്നാൽ മുല്ലപ്പെരിയാർ ഡാമിനെ പോലെ ഡാം തുടർന്നൊരു ദുരന്തമുണ്ടായാൽ ഇനി ഒരു തിരിച്ചറിവോ പുനർചിന്തയോ ഇല്ലാത്ത തരത്തിലേക്കുള്ള ഒരു ദുരന്തമാണ് ഈ നാടിനെ കാത്തിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് വലിയ ശക്തമായ സമരപുരങ്ങൾ തുറക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരും ഏതൊക്കെ പാർട്ടികളും സെറ്റിലായാലും, CPM-ഓ കോൺഗ്രസോ BJP-യോ ആരൊക്കെ സെറ്റിലായാലും SDPI ഒരു പാർട്ടിയുമായും ഒരു രാഷ്ട്രീയവുമായും സെറ്റിലാവാതെ ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഈ സമരത്തെ നയിക്കുക തന്നെ ചെയ്യും.
കോതമംഗലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മുല്ലപ്പെരിയാർ സമരസമിതി ജനറൽ കൺവീനർ അജ്മൽ കെ മുജീബ്, SDPI സംസ്ഥാന സമിതി അംഗം VM ഫൈസൽ, മുല്ലപ്പെരിയാർ സമരസമിതി കൺവീനർ KA മുഹമ്മദ് ഷമീർ, ജില്ലാ സെക്രട്ടറി ബാബു മാത്യു, ജില്ലാ കമ്മിറ്റി അംഗം TM മൂസ, മണ്ഡലം പ്രസിഡന്റ് റഷീദ് എരമല്ലൂർ, മണ്ഡലം സെക്രട്ടറി നസറുദ്ദീൻ കുരുവിനാപ്പാറ, മുല്ലപ്പെരിയാർ സമരസമിതി അംഗങ്ങളായ നിയാസ് മക്കാർ, ഷാജി കുട്ടമ്പുഴ, അബുലൈസ് മംഗലത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടതുപക്ഷ ഗവൺമെന്റ് പ്രതിമ പോലൊരു ഗവൺമെന്റ് ആകാൻ പാടില്ലെന്ന് AITUC ഇടുക്കി ജില്ലാ ട്രഷറർ PP ജോയി. KGOF ഉന്നയിച്ചിട്ടുള്ള ന്യായമായ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KGOF ഇടുക്കി ജില്ലാ കമ്മിറ്റി തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KGOF ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആനന്ദ് വിഷ്ണു പ്രകാശ് അധ്യക്ഷത വഹിച്ചു. 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, DPC-CR സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കുക, കേരളത്തോട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ക്ഷേമത്തെ കരുതി KGOF സംസ്ഥാന വ്യാപകമായി ജില്ലാ ആസ്ഥാനങ്ങളിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി KGOF ഇടുക്കി ജില്ലാ കമ്മിറ്റി തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുമ്പിൽ ധർണ നടത്തി. AITUC ഇടുക്കി ജില്ലാ ട്രഷറർ PP ജോയി ധർണ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് പ്രതിമ പോലൊരു ഗവൺമെന്റ് ആകാൻ പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെ ഗസറ്റഡ് വിഭാഗത്തിൽപ്പെടുന്ന ജീവനക്കാരുടെയും അവകാശ സമര പോരാട്ടങ്ങൾക്ക് എന്നും കരുത്തു പകരുന്ന സംഘടനയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയിൽ നടപ്പിലാക്കപ്പെടേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി കൂടി ഊന്നൽ കൊടുത്ത് പ്രവർത്തിക്കുന്ന സംഘടന കൂടിയാണ് നിങ്ങളുടെ സംഘടന. മറ്റ് പല സംഘടനകളും അഭിപ്രായങ്ങൾ പറയുവാൻ അറച്ചു നിൽക്കുമ്പോൾ, മടിച്ചു നിൽക്കുമ്പോൾ, തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണെങ്കിലും അതിൽ ധീരമായ നിലപാട് പറഞ്ഞുകൊണ്ട് ജീവനക്കാരുടെ ഇടയിലും സമൂഹത്തിലും അതിന്റെ അംഗീകാരം പിടിച്ചുപറ്റുവാൻ കഴിഞ്ഞിട്ടുള്ള സംഘടന കൂടിയാണ് നമ്മുടെ സംഘടന. പ്രതിമ പോലെ മനുഷ്യ സ്വരൂപമാണെങ്കിലും പ്രവർത്തനമില്ലാത്ത നിലയിലേക്ക് എത്തുന്നത് ഒരു സർക്കാരിനും ഭൂഷണമല്ല. KGOF ഉന്നയിച്ചിട്ടുള്ള ന്യായമായ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. KGOF ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആനന്ദ് വിഷ്ണു പ്രകാശ് അധ്യക്ഷനായി. KGOF സംസ്ഥാന സെക്രട്ടറി KB ബിജുക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം D ബിനിൽ പ്രസംഗിച്ചു. KGOF ഇടുക്കി ജില്ലാ സെക്രട്ടറി നിശാന്ത് M പ്രഭ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ ജേസൺ ജോർജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വനമേഖലയിലെ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നതായി ഡീൻ കുര്യാക്കോസ് MP. DFOയുടെയും വനം വകുപ്പിന്റെയും ഭാഗത്തു നിന്നും ധാർഷ്ട്യമുണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള കർശന നടപടികൾ സ്വീകരിക്കാത്തതിന്റെ അപര്യാപ്തതയാണ് മരം വീണുള്ള അപകടങ്ങളും മരണവും ക്ഷണിച്ചു വരുത്തിയത്. അടിയന്തര പ്രാധാന്യത്തോടെ മരം മുറിച്ചു നീക്കണം, അല്ലാത്ത പക്ഷം ജനങ്ങൾ അണിനിരന്ന് മരങ്ങൾ മുറിക്കുമെന്നും അതിനെ താൻ അനുകൂലിക്കുമെന്നും അദ്ദേഹം അടിമാലിയിൽ പറഞ്ഞു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വനമേഖലയിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനുള്ള ജില്ലാ കളക്ടർ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നതായി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. അസാധാരണ സാഹചര്യമാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലുള്ളതെന്ന് MP പറഞ്ഞു. ആളുകൾക്ക് അപകടം സംഭവിക്കുവാനും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം സംജാതമായി. ദേശീയപാതയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കേണ്ടതാണ്. നേരത്തെയും ഓരോ വർഷവും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. വനം വകുപ്പിന്റെ നിരുത്തരവാദിത്തപരമായ സമീപനമാണ് ഇതിന് കാരണം. ജില്ലാ കളക്ടറിന്റെ ഉത്തരവ് ജനപ്രതിനിധി എന്ന നിലയിൽ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. DFOയുടെ ഭാഗത്തുനിന്നും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ധാർഷ്ട്യമുണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാത്തതിന്റെ അപര്യാപ്തതയാണ് മരം വീണുള്ള അപകടങ്ങളും മരണവും ക്ഷണിച്ചു വരുത്തിയതെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഈ ദേശീയപാതയിൽ അപകടകരമാകുന്ന അവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം മുറിച്ചു നീക്കേണ്ടതാണ്. ഇത് നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതും ഓരോ വർഷകാലഘട്ടങ്ങളിൽ കൂടുതലായി അപകടം ക്ഷണിച്ചു വരുത്തിയിട്ടുമുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിരുത്തരവാദപരമായ ഒരു സമീപനം സ്വീകരിച്ചിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ജില്ലാ കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് പ്രത്യേകമായിട്ടുള്ള അവകാശം അനുസരിച്ച് വളരെ അടിയന്തരമായി ആ മരങ്ങൾ മുറിച്ചു മാറ്റണം എന്നുള്ള ഒരു ഓർഡർ നൽകിയിരിക്കുന്നു.
അതിനെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പലപ്പോഴും DFOയുടെ ഭാഗത്തു നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നുമൊക്കെ വളരെ ധാർഷ്ട്യത്തോടു കൂടിയിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കാത്തതിന്റെ അപര്യാപ്തതയാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു വസ്തുതയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തോന്നിവാസങ്ങൾക്ക് മൂക്കുകയറിടാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നത് വസ്തുതയാണെന്നും MP പറഞ്ഞു. അടിയന്തര പ്രാധാന്യത്തോടെ മരങ്ങൾ മുറിച്ചു നീക്കണം, അല്ലാത്തപക്ഷം ജനങ്ങളെ കൂട്ടി മരങ്ങൾ മുറിക്കുമെന്നും അതിനെ താൻ അനുകൂലിക്കുമെന്നും MP പറഞ്ഞു. അതേസമയം ജില്ലയെ വനമാക്കി മാറ്റുവാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ജനങ്ങളെ കുടിയിറക്കുവാനുള്ള നീക്കമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഇതിനെ ശക്തമായി എതിർക്കുന്നുവെന്നും MP വ്യക്തമാക്കി. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് മൂക്കുകയറിടാൻ ഒരു സർക്കാർ സംവിധാനം ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള വസ്തുത. അപ്പോൾ ഈ ഘട്ടത്തിലെങ്കിലും ജില്ലാ കളക്ടർ അങ്ങനെ ഒരു ഉത്തരവ് കൊടുത്തതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇത് നേരത്തെ തന്നെ നൽകേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ആരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നും വളരെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി തയ്യാറാകുകയാണ് വേണ്ടത്. അതിന് താമസമുണ്ടാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ, ഇവിടെ അടിമാലി ഗ്രാമപഞ്ചായത്ത് വളരെ സുചിന്തിതമായ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ഈ ഓർഡർ അനുസരിച്ച് അവിടെ മരമുറി ഉണ്ടായില്ല എങ്കിൽ ജനങ്ങളെ കൂട്ടി അണിനിരത്തിക്കൊണ്ട് അവിടെ മരങ്ങൾ മുറിക്കുമെന്നുള്ളതാണ്. ഞാൻ അതിനെയും അനുകൂലിക്കുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി. പെരിയാർ കടുവ സങ്കേതത്തിലെ ജീവനക്കാർക്ക് ആശ്വാസം. ജീവനക്കാർക്ക് സഞ്ചരിക്കുന്നതിനായിട്ടുള്ള ബോട്ട് സർവീസ് പുനരാരംഭിച്ചു. കഴിഞ്ഞ 2 വർഷത്തോളമായി സർവീസ് നടത്താതിരുന്ന ബോട്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് നീറ്റിലിറക്കി. തേക്കടിയിലെത്തുന്ന സഞ്ചാരികൾക്കും ബോട്ടിൽ സർവീസ് നടത്താം. പെരിയാർ കടുവാ സങ്കേതത്തിലെ ഉൾക്കാട്ടിലടക്കം ജോലി ചെയ്യുന്ന ജീവനക്കാർ വനത്തിലൂടെ ദീർഘദൂരം സഞ്ചരിച്ചു വേണം ഓരോ പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ. ജീവനക്കാർക്ക് സഞ്ചരിക്കാനുള്ള വനദർശൻ, വനലക്ഷ്മി എന്നീ 2 ബോട്ടുകൾ പണിമുടക്കിയതാണ് കാരണം. എന്നാൽ വനംവകുപ്പിലെ ജീവനക്കാരുടെ സംഘടനയായ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഉൾപ്പെടെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഇതോടെ 2 വർഷങ്ങൾക്ക് ശേഷം വനദർശൻ ബോട്ട് സർവീസ് പുനരാരംഭിച്ചു. ഒരു സമയം 18 പേർക്ക് ബോട്ടിൽ യാത്ര ചെയ്യാം. ഇതോടെ ഉൾക്കാട്ടിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ തേക്കടി ലാൻഡിങ്ങിൽ നിന്ന് ഓരോ പ്രദേശങ്ങളിൽ എത്തിക്കാം. ഇത് ജീവനക്കാർക്കും ആശ്വാസകരമായി. ഇപ്പോൾ അതിൻ്റെ ടെൻഡറുകൾ നടത്തി പണി പൂർത്തിയാക്കി ഇന്ന് ബോട്ട് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. സ്റ്റാഫിനെ സംബന്ധിച്ച് വളരെയേറെ ഒരു ആശ്വാസകരമായുള്ള ഒരു കാര്യമാണത്. അല്ലെങ്കിൽ അവർക്ക് 26 കിലോമീറ്റർ 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ബസ്സിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് വേറെ ഡിങ്കിയിലോ അല്ലെങ്കിൽ ചെറിയ ചങ്ങാടത്തിലോ കടന്നിട്ട് വേണമായിരുന്നു അവർക്ക് ജോലിക്ക് പോകാനായിട്ട്. ഇപ്പോൾ ഇത് അവരുടെ ജോലി സ്ഥലത്തിനടുത്തുള്ള ബോട്ട് എടുക്കുന്ന സ്ഥലങ്ങളിൽ ബോട്ട് നിർത്തി കൊടുക്കുകയും സ്റ്റാഫിന് പോവുകയും ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ബോട്ട് നമ്മൾ ഇനി തിരക്കുള്ള ദിവസങ്ങൾ ടൂറിസ്റ്റിനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കും. അപ്പം ബോട്ടിംഗ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിക്കും കുറേ പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം തേക്കടി കാണാനെത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചാൽ ഈ ബോട്ടിൽ സർവീസ് നടത്താം. 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബോട്ട് യാത്രയ്ക്ക് ഒരാൾക്ക് 1000 രൂപയാണ് നിരക്ക്. ഈ ഓണക്കാലം മുതൽ സഞ്ചാരികൾക്കായി ഈ പദ്ധതി ആരംഭിക്കുവാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഇതോടെ തേക്കടിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ബോട്ട് ടിക്കറ്റ് ലഭിക്കുന്നില്ല എന്ന പരാതിക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നും വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കുമളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലാ ലീഡ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന ചർച്ച് പാരിഷ് ഹാളിൽ ജൂലൈ 25 രാവിലെ 11:30 വായ്പാ സംബന്ധമായ ജനസമ്പർക്ക പരിപാടി നടക്കും. അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് ഇടുക്കി ജില്ലയും ന്യൂമാൻ കോളേജ് 18 കേരള ബറ്റാലിയൻ NCCയും ചേർന്ന് ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ് രജത ജൂബിലി ആഘോഷവും വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ചെയർമാനും മുൻ പ്രസിഡന്റുമായ ഡോക്ടർ പാട്ടി ഹിൽ കോതമംഗലം ലയൺസ് ഗ്രാമം വ്യാഴാഴ്ച സന്ദർശിക്കുമെന്ന് കോതമംഗലം ലയൺസ് ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കട്ടപ്പന കല്യാണത്തണ്ട് മലനിരകളിൽ നീലവസന്തം. നീലക്കുറിഞ്ഞിയുടെ കാഴ്ചകൾ പോലെ തന്നെ അതിമനോഹരമാണ് കല്യാണത്തണ്ടിലെ കുറിഞ്ഞിപ്പൂക്കളും. തൊടുപുഴ അൽ അസർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രവേശനോത്സവം നടത്തി.
പുതിയ അധ്യയന വർഷത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ഡോക്ടർ ജിതേഷ് ജി നിർവഹിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.